നമസ്കാരം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, ഡ്യൂട്ടി ഷിഫ്റ്റിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സംസ്ഥാനത്തെ നഴ്സുമാരുടെ സമരം ശക്തമാകുകയാണ്. നഴ്സുമാരുടെ അനിശ്ചിതകാല സമരത്തിൽ ഗുരുതര പ്രതിസന്ധിയിലാണ് പല സ്വകാര്യ ആശുപത്രികളും. കോഴിക്കോട്ടെ മിക്ക ആശുപത്രികളിലും തീവ്രപരിചരണ വിഭാഗം പോലും പ്രവർത്തിക്കുന്നില്ല. സമരത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റി. കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരം ശക്തമായി തുടരുകയാണ്. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നതുൾപ്പെടെ നിർത്തിവെച്ചിരിക്കുകയാണ് മിക്ക ആശുപത്രികളിലും. നഴ്സുമാർ ഡ്യൂട്ടി ബഹിഷ്കരിച്ചതോടെ പല പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. രോഗികളുമായി എത്തുന്നവർ പോലും ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടിയും വരുന്നു. റോഡപകടത്തിൽ പരിക്കേറ്റ മകനുമായി എത്തിയ പിതാവ് ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് മടങ്ങേണ്ടി വന്നതായി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. നഴ്സുമാരില്ലാതെ രോഗികളെ ചികിത്സിക്കാൻ കഴിയില്ലെന്നും തങ്ങൾ നിസ്സഹായരാണെന്നുമാണ് ഇതിന് ആശുപത്രി മാനേജ്മെന്റുകൾ പറയുന്നത്. ജില്ലയിലെ പ്രമുഖ വൻകിട ആശുപത്രികളായ ബേബി മെമ്മോറിയൽ, മേത്ര, മെട്രോമെറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ പണിമുടക്കിനെ തുടർന്ന് താളം തെറ്റി. പല ആശുപത്രികളിലും പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തി. കിടത്തി ചികിത്സയിലുള്ള രോഗികളുടെ പരിചരണത്തെയും സമരം ബാധിച്ചിട്ടുണ്ട്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഭൂരിഭാഗം മാറ്റിവെച്ചു. അത്യാഹിത വിഭാഗത്തിലും ICUവിലും വിദഗ്ധരായ നഴ്സുമാരുടെ സേവനം അത്യന്താപേക്ഷിതമാണെന്നും അവരില്ലാതെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. ശമ്പളം കൂട്ടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് നഴ്സുമാരുടെ സംഘടനയായ UNA വ്യക്തമാക്കുന്നത്. സമരം തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സ്വകാര്യ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി നേരിടുമെന്നാണ് വിവരം. പ്രതിസന്ധി രൂക്ഷമായിട്ട് മാനേജ്മെന്റുകൾ പിടിവാശി ഉപേക്ഷിക്കുന്നില്ലെന്നും UNA പറയുന്നു. അതേസമയം നഴ്സുമാരുടെ സമരം അത്യാഹിത വിഭാഗങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് തടയേണ്ടത് ആശുപത്രി മാനേജ്മെന്റുകളുടെ കടമയാണെന്നും ഇപ്പോൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ സമരം അവസാനിപ്പിച്ചാൽ ഇനി ഒരിക്കലും അതിന് സാധിച്ചെന്ന് വരില്ലെന്നും സമരക്കാർ പറയുന്നു. ആശുപത്രികൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും ആശുപത്രി മാനേജ്മെന്റുകളും സർക്കാരും എന്തുകൊണ്ടാണ് സമരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരാത്തതെന്നും UNA ചോദിക്കുന്നു. മിംസ്, ബേബി മെമ്മോറിയൽ, മേത്ര, ഇഖ്ര, മലബാർ, ശാന്തി, ഫാത്തിമ തുടങ്ങിയ കോഴിക്കോട് ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ നഴ്സുമാരെല്ലാം സമരത്തിനിറങ്ങി. 10-ലധികം ചെറിയ ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. 4 ആശുപത്രികളിൽ കിടത്തി ചികിത്സ നിർത്തി. ഈ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗത്തിലല്ലാത്ത രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. വെന്റിലേറ്റർ ആവശ്യമില്ലാത്ത രോഗികളെ ICUവിൽ നിന്ന് മാറ്റാൻ അധികൃതർ നിർബന്ധിതരാകുകയാണ്. വേതന വർധനവ് ആവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ നടത്തുന്ന സമരത്തിന് വയനാട്ടിലും വീര്യം കൂടി. മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് മുന്നിൽ പണിമുടക്കാൻ നഴ്സുമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. മെഡിക്കൽ കോളേജിന്റെ മുന്നിലേക്ക് സമരം നടത്താൻ പോലീസ് അനുവദിച്ചില്ല. ദിവസങ്ങളായി നടത്തുന്ന സമരം സംബന്ധിച്ച് ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. സമരത്തെ നേരിടാൻ നഴ്സുമാർ ഒഴികെയുള്ളവരുടെ കൂട്ടായ്മ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ സമരത്തെ തങ്ങൾ എതിർക്കുന്നില്ലെന്നും സമര രീതിയോടാണ് എതിർപ്പെന്നുമാണ് മാനേജ്മെന്റിന്റെ വാദം. സമരത്തിനിടെ ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജ്മെന്റ് സ്വീകരിച്ച നടപടി വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. പണിമുടക്കിൽ പങ്കെടുത്ത 2 നഴ്സുമാരെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിനെതിരെ UNAയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ശക്തമായി രംഗത്തെത്തിയതോടെ മാനേജ്മെന്റ് പ്രതിരോധത്തിലായി. തുടർന്ന് നടന്ന ചർച്ചകൾക്കൊടുവിൽ പുറത്താക്കൽ നടപടി പിൻവലിക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറാവുകയായിരുന്നു. മാനേജ്മെന്റുകൾ ധാർഷ്ട്യം അവസാനിപ്പിച്ച് നഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ എത്രയും വേഗം അംഗീകരിക്കണമെന്ന് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അധികൃതരുടെ നിസ്സംഗത ആരോഗ്യ മേഖലയെ വലിയ ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നതെന്നും ശമ്പള കാര്യത്തിൽ തീരുമാനമാകാതെ ജോലിയിൽ പ്രവേശിക്കില്ലെന്നും നഴ്സുമാർ നിലപാട് വ്യക്തമാക്കുന്നു.